ഹായ് ഫ്രണ്ട്സ്, രേണുസുതി നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവായ ഒരു വ്യക്തിയാണ് രേണുസുതി അല്ലേ. ബിഗ് ബോസ് ചെന്ന് കയറി ഇറങ്ങിയതിന് ശേഷം രേണുസുതിയുടെ ഡിമാൻഡ് നന്നായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞ ആൾ ഞാൻ ഒരു വട്ടം വീഡിയോ ചെയ്തതാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ വോയിസുകൾ ഇറക്കിക്കൊണ്ടിരിക്കുക, കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് അയാളുടെ അസുഖമെന്ന് ശരിക്കും അറിയില്ല. ശരിക്കും രേണുസുതിയെ കിട്ടിയില്ലെങ്കിൽ 10 ഹീറോയിൻസിനെ വേറെ ഉണ്ടാക്കും, ഇത്രയും വയസ്സായ ആളെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ അലിഗേഷൻസ് ഒക്കെ വെച്ച് കുറേ വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടിട്ടുണ്ട്. ശരിക്കും ഇയാളൊരു കോമാളിയാണ് കേട്ടോ. ഇയാളുടെ കുറച്ച് വർക്ക് നമ്മളൊന്ന് കാണണം. ഇയാളുടെ ആ കോമാളിത്തരം കൊണ്ട് ആ വർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ, അയാളെ നമുക്ക് തല്ലിക്കൊല്ലാൻ തോന്നും. ചില വർക്കുകൾ ഞാൻ കണ്ടപ്പോൾ, എല്ലാ വർക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല, ചില വർക്കുകളൊക്കെ കണ്ടപ്പോൾ തല്ലിക്കൊല്ലാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇയാളുടെ വോയിസ് ഒക്കെ ഒന്ന് കേട്ട് നോക്കിക്കോ. അതിന് മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. എനിക്ക് ചോദിക്കാനുള്ളത്, ബിഗ് ബോസിൽ വിന്നറായി നിൽക്കുന്ന ആൾക്കാർ അറിയാൻ പാടില്ല, അവരെ കുറിച്ച് എനിക്ക് അവരോട് ചാൻസ് ചോദിച്ചിട്ടില്ല. പക്ഷെ രേണുസുതി ചേച്ചി നമ്മളോട് അങ്ങനെ ഒരു കാര്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം സാധാരണക്കാരുടെ ഒരു സാധാരണക്കാരിയായ വ്യക്തി എന്നോട് വർക്ക് ചെയ്യപ്പോ വലിയ പേയ്മെന്റ് ഉണ്ടെങ്കിലേ വരുള്ളൂ, എന്നെ ആദ്യം വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ ഇനി വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചേച്ചിയോട് എനിക്കൊരു വാക്ക്, എന്നേലും പ്രായം കൊണ്ട് മൂത്തതാണ് ചേച്ചി, 30 വയസ്സിന് മുകളിലുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എന്റെ പ്രായം 24 വയസ്സാണ്. ഇയാൾ ആരോപിക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നുണ്ട് വന്ന വഴി മറക്കരുതെന്ന്. വന്ന വഴിയെ മറക്കരുത് എന്ന് വിചാരിച്ച് നമ്മൾ പണ്ട് വർക്ക് ചെയ്തിരുന്ന അതേ എമൗണ്ടിൽ തന്നെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നോ? ഇവർക്ക് ആകെ കൂടി കിട്ടുന്ന ഒരു വർഷമാണ്. അടുത്ത ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ മൂല്യമൊക്കെ താഴേക്കാവും. അപ്പോൾ ആ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ നേടലാണ് അവരുടെ നല്ല രീതിയിൽ നേടുക എന്താണ് ഇവരുടെ ശരിക്കും തൊഴിൽ. അപ്പോൾ 10,000 രൂപയ്ക്ക് 2 മണിക്കൂർ വരാൻ പറഞ്ഞ് ഇയാളുടെ വർക്കുകൾ ഞാൻ അവസാനം കാണിച്ചു തരാം കേട്ടോ, ഫോട്ടോ സഹിതം കാണിച്ചു തരാം. അയാളുടെ വർക്കുകൾ അത്രയും വൃത്തികെട്ട വർക്കുകൾക്കാണ് ഈ വിളിക്കുന്നത്. 10,000 രൂപ 2 മണിക്കൂർ. അയാളുടെ ഉമ്മ വയ്ക്കലും കെട്ടിപ്പിടിക്കലും കഴുത്തിൽ ചുറ്റിപ്പിടിക്കലും ചുണ്ടോണ്ട് ഉരസലും ഇതൊക്കെയാണ് ഇയാളുടെ പ്ലാന്. അപ്പോൾ ഈ പ്ലാനിന് വേണ്ടിയിട്ട് 2 മണിക്കൂർ 10,000 രൂപയ്ക്ക് പോകേണ്ട ഗതികേട് ഇപ്പോൾ രേണുസുതിക്കില്ല. പക്ഷെ പണ്ട് അതുണ്ടായിരുന്നു. അതൊന്നും നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. 500 രൂപയ്ക്ക് വേണ്ടി തെണ്ടിയിട്ടുണ്ട് ഉണ്ട്. എൻ്റെ കയ്യിൽ എന്തായാലും 500 രൂപയ്ക്ക് തെണ്ടിയ അന്നത്തെ ഞാൻ നിന്ന് ഇന്ന് കോടികളൊന്നും ഇല്ല കൊണ്ട് എങ്കിൽ പോലും ഉണ്ട് എന്ന് പറയാ. എനിക്ക് 500 രൂപയ്ക്ക് വേണ്ടി തെണ്ടേണ്ട കാര്യമില്ല. എൻ്റെ വീട്ടിൽ ഇപ്പം ഇവിടെ ഇരുന്നപ്പോൾ തന്നെ വീട്ടുകാരെ വിളിച്ചായിരുന്നു ആവശ്യം, കുഞ്ഞിൻ്റെ ഒരു ആവശ്യം. അന്നേരം ഞാൻ കൊടുക്കും, കിച്ചു വിളിച്ചു അമ്മ എനിക്കൊരാവശ്യം, അന്നേരം കൊടുക്കും. കാരണം ഞാൻ ജീവിക്കുന്നതന്നെ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ. അതിലെ ഞാൻ പറഞ്ഞത്, ഇപ്പം കല്യാണം കഴിക്കാൻ വന്ന ആളുടെ അടുത്ത് ആദ്യം ചോദിക്കുന്നത് എൻ്റെ പണ്ട് ഈ പെരേരയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് രേണുസുതി. ആ സമയത്ത് രേണുസുതിയുടെ അവസ്ഥ രേണുസുതി പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പം വരാൻ പറ്റില്ല എന്ന് അവരുടെ മൂല്യം അവർ തന്നെ പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇയാൾ ഇത്രയും വെടക്കാക്കിയിട്ട് കുറേ വോയിസുകൾ പുറത്തേക്ക് വിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം അവർ വളരെ പോസിറ്റീവായി നിൽക്കുകയാണ്, നെഗറ്റീവിൽ നിന്നിട്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലൊക്കെ അഭിനയിച്ച വീണ്ടും നെഗറ്റീവായി പോവില്ലേ? അവരുടെ മൂല്യം തന്നെ അവർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അഭിനയിച്ച. അതുകൊണ്ട് തന്നെയായിരിക്കും രേണുസുതി ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നത്, അതിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ശരിക്കും ഇനോഗ്രേഷനൊക്കെ നന്നായി കിട്ടുന്നുണ്ട് രേണുസുതിക്ക്. ദുബായിലും ബഹ്റൈനിലും കുറേ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ട് അത്യാവശ്യം വരുമാനവും ഉണ്ട്. അതിന് ബിഗ് ബോസ് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം പൈസ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം അഭിനയവും നന്നായി മെച്ചപ്പെട്ടിട്ടുണ്ട്. പണ്ടത്തെ അഭിനയമൊന്നും അല്ല, നന്നായിട്ടുണ്ട്. നല്ല തിരക്കുള്ള സമയമാണ്. ആ സമയത്താണോ ഈ കുതിരക്കളിക്ക് പോയിട്ട് ഇയാളുടെ ഈ വൃത്തികേടും കാണിച്ച് ഈ ഡിമാൻഡുള്ള സമയത്ത് പൈസ ഉണ്ടാക്കാതെ ഇയാളുടെ ഒപ്പം നിന്ന നെക്സ്റ്റ് വർക്ക് കിട്ടുമ്പോഴും ഇവർക്ക് എന്താവും, ഇയാളുടെ ഇതേ പ്രൈസ് തന്നെ പറയുകയുള്ളൂ. അതുകൊണ്ടായിരിക്കും അവർ വാങ്ങിയിട്ടുണ്ടാവുക. അത് അവരുടെ ഇഷ്ടം. ഇയാൾ എന്തിനാണ് അതിൽ ഇടപെടുന്നത്? ഇനിയുള്ള നായികമാരും 30 വയസ്സിനും 20 വയസ്സിനും താഴെയായിരിക്കും എന്ന് ഞാൻ കേരള ജനതയോട് ഉറപ്പ് തരികയാണ്. ഇയാൾക്ക് ഇപ്പോൾ രേണുസുതി വളരെ തുച്ഛ എമൗണ്ടിൽ കിട്ടണം. രേണുസുതിക്ക് പറ്റില്ലെങ്കിൽ അയാൾ വിട്ടുകളയുക, വേറെ നായികമാരെ എടുക്കുക. ഇപ്പോൾ രേണുസുതിക്ക് അത് അഫോർഡബിൾ അല്ല, വിട്ടുകളയുക. രേണുസുതിക്ക് ഇപ്പോൾ മാനേജറൊക്കെ ആയിട്ടുണ്ട്. മാനേജർ എല്ലാം നോക്കി നിർത്താൻ ആൾക്കാർ വേണ്ടേ. അപ്പോൾ ആദ്യം ഇയാൾ എന്താ പറഞ്ഞിരുന്നത്, ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം വെറും ആക്ടറായി. രേണുസുതി വളരെ വെറും ആക്ടറായിട്ടാണ് പോയിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ രേണുസുതി പറയുന്നത് നോക്കൂ, ഇപ്പോൾ എനിക്ക് എൻ്റെ എമൗണ്ട് നിശ്ചയിക്കുന്നത് എൻ്റെ മാനേജറാണ്. അതും രേണുസുതി പറയുന്നത് ഇതേ കൂടെ വെക്കും. റോമിംഗ് ആയില്ല, അത് ബിഗ് ബോസ് കാരണം. ഇപ്പൊ എങ്ങനെ ഇനാഗ്രേഷനൊക്കെ എങ്ങനെയാ ചാർജ് ചെയ്യുന്നത്? അത് ഞാൻ പറയത്തില്ലല്ലോ, അത് എന്റെ മാനേജറായിട്ടാണ് സംസാരിക്കുന്നത്.
കരിഷ്മയായിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ. എത്ര മാനേജേഴ്സ് ഉണ്ട്? ആളുടെ നിലയും വിലയൊക്കെ മാറിപ്പോയിടേ. അതിനനുസരിച്ച് ആള് നിൽക്കട്ടെ. ആളെ വിട്ട് കള. എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോയി ചൊറിയുന്നത്? ഇപ്പൊ നോക്കിയൊക്കെ ഒരു പെണ്ണ് മഞ്ജുവിന്റെ വോയിസ് ഞാൻ കേൾപ്പിച്ചാൽ കേട്ടോ. ആ പെണ്ണും ഇറങ്ങിയിട്ടുണ്ട്. ഈ രേണുസുതിയെ വിറ്റ് കാശാക്കുകയാണ്. അവൾ അങ്ങനെ ചെയ്ത് പാൻ മുറിക്കണതും എന്തൊക്കെയാ ആ പെണ്ണ് കിടന്ന് പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. ആ പെണ്ണിന്റെ വോയിസും കൂടി വെച്ചിട്ട് നമുക്ക് നിർത്താട്ടോ. ഹായ്. അപ്പോൾ ഞാൻ 4 ദിവസത്തേക്ക് ഞാൻ കേരളത്തിൽ ഉണ്ടാവത്തില്ല. ഞാൻ അങ്ങ് ദുബായിലേക്ക് പോവാണ്. ദുബായിൽ നിന്ന് എനിക്ക് ക്ഷണം വന്നിരിക്കുകയാണ്. അവിടെ ഒരു ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അപ്പൊ എനിക്കും ക്ഷണം വന്നിട്ടുണ്ട്. അപ്പോൾ 22, 23 ഞാൻ കേരളത്തിൽ ഉണ്ടാവത്തില്ല. ഈ മഞ്ജു എന്ന് പറയുന്ന ഈ പെണ്ണ് വളരെ നാണം കെട്ട രീതിയിൽ ഇപ്പൊ രേണുസുതിയെ വെച്ച് വിറ്റ് കാശുണ്ടാക്കുന്നു. എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത്? ആരെങ്കിലും പറ്റിച്ചോ രേണുസുതി? ഒരാളെ പറ്റിച്ചിട്ട് സ്വന്തമായി വഴിവെട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെയുള്ളവരെ നമ്മൾ കഷ്ടപ്പെടുത്തുന്നത്? ഇപ്പൊ രേണുസുതി ഭയങ്കര സെലക്റ്റീവ് ആയിട്ടുണ്ട്. നല്ല നല്ല വർക്കുകൾ ഏറ്റെടുക്കുന്നു, നല്ല പേയ്മെന്റ് ഉള്ള വർക്കുകൾ ഏറ്റെടുക്കുന്നു. പിന്നെ വയസ്സിന്റെ കാര്യം പറഞ്ഞത് കീറുന്നു. രേണു ഒരിക്കലും വയസ്സ് നുണ പറഞ്ഞിട്ടില്ല. സ്വന്തം വയസ്സ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അഭിനയിക്കാൻ വന്നത്. അതൊക്കെ കണ്ടുകൊണ്ടാണ് എല്ലാവരും എടുത്തിരുന്നത്. ഇപ്പോൾ ചെറിയ പയ്യന്മാരാണ് രണ്ടുപേരും അഭിനയിച്ചിരുന്നവർ മുഴുവൻ. അതൊക്കെ അവരറിഞ്ഞിട്ടല്ലേ, ഒരിക്കലും നുണ പറഞ്ഞിട്ടല്ല. അപ്പോൾ നമുക്ക് പൈസ കൊടുക്കാൻ അഫോർഡബിൾ ആണോ എങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അവർ പോട്ടെ, അവർ വിട്ടുകളയാ. അവർക്ക് ഡിമാൻഡിലാണ്ടാകുമ്പോൾ അവർ നമ്മുടെ പൈസയ്ക്ക് കുറവുള്ള പൈസയ്ക്ക് വന്ന് അഭിനയിക്കും. ഇപ്പം അവരുടെ ഇഷ്ടത്തിന് അവരുടെ വാല്യൂ നിശ്ചയിക്കുന്നത് അവർ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം. അതിനു മുന്നേ നമ്മുടെ ഇയാൾ ചെയ്ത ആ വർക്കിൻ്റെ 2-3 ഫോട്ടോ ഞാൻ ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോസ് ഇല്ലേ, ഇതാണ് ഇയാളുടെ ആൽബം. ഈ പെണ്ണിനെ അവിടെ ഇവിടെയും പിടിച്ച് ഞെക്കല്, ഉമ്മ വെക്കല്, അത്രയും എക്സ്പോസ് ചെയ്ത് കാണിക്കുക. ഇതാണ് ഇയാളുടെ ആൽബം, ഇയാളുടെ വർക്ക്. ഈ വർക്കിനാണ് 2 മണിക്കൂറിന് 10,000 രൂപയ്ക്ക് വരാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാൻ രേണുസുതിക്ക് ഇപ്പോൾ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ രേണുസുതി നോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ പറ, ഈ വക വർക്കിന് പോകണോ ഇയാളുടെ കൂടെ 10,000 രൂപയ്ക്ക്? അതിന് എത്രയോ ബെറ്ററാണ് രേണുസുതി ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. ഇയാൾക്ക് തൊട്ട് തഴുകാനും പിടിച്ച് ഞെക്കാനും ഒന്നുള്ളതല്ല രേണുസുതി. അതുകൊണ്ട് എനിക്കിത് കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്.